Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. നമ്മള് ബാങ്കാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് അതല്ലേ തുടങ്ങിയത്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചല്ലേ? എല്ലാരും ഒന്നും മിണ്ടാത്തേ, അത് സ്റ്റാർട്ട് ചെയ്തല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ, പ്രിലിമിനറി ടെസ്റ്റുകൾ പറഞ്ഞു. അപ്പൊ ആ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഈ താഴെ പറയുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല, അതിന് യാതൊരു നിയന്ത്രണവും ഇല്ല. അപ്പൊ ആ പ്രിലിമിനറി ടെസ്റ്റുകളുടെ ഒപ്പം തന്നെ ഇവിടെ താഴെ തന്നിരിക്കുന്ന ടെസ്റ്റുകൾ കൂടി ചെയ്യണം. A certain set of preliminary tests are done in the lab once the blood is donated, but not restricted to the following. ഈ താഴെ തന്നിരിക്കുന്നവയ്ക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അതിന്റെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ടൈപ്പിംഗ്. ABO ഗ്രൂപ്പ്, ബ്ലഡ് ടൈപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഓരോരുത്തരുടെയും ഗ്രൂപ്പ് ഏതാന്ന്, ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതാന്നുള്ളത് അല്ലെ? നമുക്ക് 4 ഗ്രൂപ്പാ മെയിൻ ആയിട്ടുള്ളത്. അഞ്ചാമത്തെ ഒരു റയർ ഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ബോംബെ ഗ്രൂപ്പ് ഉണ്ട് എങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറയുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് 4 ഗ്രൂപ്പ്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ABO, അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ് നമുക്കുള്ളത്. ഓക്കെ. അപ്പൊ അതിന് മുന്നേ നമുക്കൊന്ന് 2 കാര്യം നോക്കാം. നമുക്ക് നമ്മുടെ ബ്ലഡില് ഈ ബ്ലഡ് സെൽസിന്റെ സർഫസിൽ കാണപ്പെടുന്ന ചില രാസവസ്തുക്കൾ, അതിനെയാണ് ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിജൻ 2 ടേംസ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജൻ. ANTIGEN, ആന്റിജൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ഡെഫിനിഷൻ ഒന്ന് എഴുതിച്ച് വേഗം. An antigen is a foreign substance. An antigen is a foreign substance which induce which induce പ്രചോദിപ്പിക്കുന്ന, induce എന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കുന്ന, which induce an immune response. An immune, immune response in the body. Immune response in the body ആണ് ആന്റിജൻ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. അതെല്ലാ ബ്ലഡ് സെൽസിന്റെ സർഫസിലൊക്കെ കാണപ്പെടുന്ന രാസവസ്തുക്കളാണ് ആന്റിജനുകൾ. ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നതിന് നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളെയാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. ആന്റിബോഡി. ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിന് എതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങള്, പ്രോട്ടീനാണ് ഈ ആന്റിബോഡി എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് എഴുതി വെച്ചേ. ആന്റിബോഡി, ANTIBODY, ആന്റിബോഡി. An antibody is a protein. An antibody is a protein produced by your immune system. Protein കഴിഞ്ഞിട്ടെന്താ മാം? An antibody is a protein produced, produced by your immune system to attack, to attack and fight, attack and fight off, or double off, fight off. മാം അറ്റാക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയോ? An antibody is a protein produced by
your immune response, IMMUNE, immune system to attack and fight off these antigens. ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഈ മാംസ്യങ്ങളെയാണ്, പ്രോട്ടീൻ മാംസ്യങ്ങളെയാണ് ഈ ആന്റിബോഡികൾ എന്ന് പറയുന്നത്. അപ്പൊ ആന്റിജനും ആന്റിബോഡിയും. ഇനി നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പ്, നമ്മൾ ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞല്ലോ. ഈ ബ്ലഡ് ഗ്രൂപ്പ് ഓരോന്നിനെയും തിരിക്കാനുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പ്രസൻസ് ഓഫ് ആന്റിജനുകളുടെ പ്രസൻസ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള ആന്റിജനുകളുടെ സാന്നിധ്യമാണ് ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. അപ്പൊ അതായത് ആന്റിജൻ, നമുക്ക് 2 ആന്റിജനാണ് ഉള്ളത്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. 2 ആന്റിജൻ, ആന്റിജൻ എ, ആന്റിജൻ ബി. അപ്പൊ ഈ ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യാസപ്പെടാൻ കാരണം. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഗ്രൂപ്പ് എ ആണെന്ന് പറഞ്ഞു, എ പോസിറ്റീവ് ആണ്, എ ഗ്രൂപ്പ് ആണ്. അപ്പൊ എനിക്ക് ആന്റിജൻ എ ആയിരിക്കും. അപ്പൊ ആന്റിജൻ 2 ആന്റിജൻ പറഞ്ഞു കേട്ടോ. ആ 2 ആന്റിജനുകളുടെ പ്രസൻസ് ആണ് ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യാസമാകാൻ കാരണം. അതായത് ആന്റിജൻ എ ഉണ്ടെങ്കിൽ, അവരുടെ ബോഡിയിൽ ആന്റിജൻ എ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് എ ആയിരിക്കും, എ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്. ഇനി ആന്റിജൻ ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്. ആന്റിജൻ ബി ആണ് പ്രസൻസ് എങ്കിൽ ബി ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ബി ഗ്രൂപ്പുകാരെ, ബ്ലഡ് ഗ്രൂപ്പ് ബി ഉള്ളവരുടെ എല്ലാവർക്കുടെ ആന്റിജൻ ഏതായിരിക്കും? ബി ആയിരിക്കും. എ ഗ്രൂപ്പുകാർക്കുടെ എല്ലാവർക്കുടെയും ആന്റിജൻ എ ആയിരിക്കും. അപ്പൊ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. അപ്പൊ എ ആണെങ്കിൽ, ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്. ഇനി 2 ആന്റിജനും ഉണ്ടെങ്കിലോ, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരാണ് എ ബി ഗ്രൂപ്പ്. അപ്പൊ എ ബി ഗ്രൂപ്പുകാർക്ക് 2 ആന്റിജൻ ഉണ്ട്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. 2 ആന്റിജനുമുള്ള ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ഓക്കെ, ലാസ്റ്റത്തെ ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഇല്ല, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. വിച്ച് ഗ്രൂപ്പ് ഹാസ് നോ ആന്റിജൻ? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്. വിച്ച് ഗ്രൂപ്പ് ഈസ് നോ ആന്റിജൻ? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. 2 ആന്റിജൻ പ്രസന്റ് ഉള്ള ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. ആന്റിജൻ എ മാത്രമുള്ളത് എ ഗ്രൂപ്പ്. ആന്റിജൻ ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ഈ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. ഇനി നോക്കാം നമുക്ക് ആന്റിജന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഈ ആന്റിജനുകള്, ഇപ്പൊ എന്റെ ബ്ലഡിന് നമ്മൾ പറഞ്ഞു എ ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആന്റിജൻ എ ഉള്ളത്. അപ്പൊ അതിന്റെ നേരെ ഇനി ആന്റിബോഡി ഒരിക്കലും സെയിം വരില്ല. അതായത് ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ഓപ്പോസിറ്റ് ആയിരിക്കും, ബി ആയിരിക്കും. നോക്കാം, ആന്റിജൻ എ ആണെങ്കിൽ തിരിച്ച് ആന്റിബോഡി ബി. ആന്റിജൻ ബി ഉള്ളവർക്ക് ആന്റിബോഡി എ. അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരില്ല. അത് നോട്ട് ചെയ്യണം. ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരില്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കും. ബ്ലഡ് ക്ലോട്ട് ആയി പോകുന്ന ഒരവസ്ഥ. ഒന്നുകൂടി പറയാൻ അത് നമുക്ക് ടേബിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകും. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്തേ, ഒരു ടേബിൾ വരച്ചേ. ടേബിൾ എന്ന് പറഞ്ഞാൽ 5 റോസും 5 കോളവും ആയിട്ട് ഒരു ടേബിൾ വരയ്ക്കാം. എന്നിട്ട് നമുക്കപ്പോ അത് എഴുതിയും പോകാം. നിങ്ങൾക്ക് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ക്ലിയർ ആവും. 5 റോസ് 5 കോളം, 4 കോളം 4 റോയും ആയിട്ട് വേഗം 4 എണ്ണം അല്ല 5 എണ്ണം, 5 റോസ് 5 കോളം. പെൻസിലും സ്കെയിലൊന്നും ഉപയോഗിക്കണ്ട, വെറുതെ പേന മാത്രം കൊണ്ട് റഫ് ആയിട്ടൊന്ന് വരച്ചാൽ മതി. 5 റോസ് 5 കോളം ടേബിൾ വരയ്ക്കാം. ഓക്കെ, വരച്ച. ഇനി ഏറ്റവും മുകളിൽ എഴുതുക ഗ്രൂപ്പ് എന്ന് എഴുതാം. ഗ്രൂപ്പ്, ഓരോ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എഴുതുന്നത്. ഗ്രൂപ്പ്, GROUP, ഗ്രൂപ്പ്. ഏറ്റവും ഫസ്റ്റ് കോളത്തിന്റെ ഏറ്റവും മുകളിൽ എഴുതുക ഗ്രൂപ്പ് എന്ന് എഴുതാം.
നെക്സ്റ്റ് കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിജൻ. ഓരോ ഗ്രൂപ്പുകാർക്കും അവർക്കുള്ള ആന്റിജൻ ഏതാണെന്ന് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതുന്നത് ആന്റിജൻ. ഇനി മൂന്നാമത്തെ കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിബോഡി. ANTIBODY ആന്റിബോഡി. ആന്റിജൻ, ആന്റിബോഡി. മൂന്ന് കോളം. ഏറ്റവും ടോപ്പില് ഗ്രൂപ്പ് എഴുതി, അതിന്റെ അടുത്ത നെക്സ്റ്റ് കോളത്തിന്റെ മുകളിൽ നമ്മൾ എഴുതി ആന്റിജൻ എഴുതി, നെക്സ്റ്റ് കോളത്തിന്റെ മുകളിൽ എഴുതി ആന്റിബോഡി എഴുതി. ഇനി ഫോർത്ത് കോളത്തിന്റെ മുകളിൽ എഴുതുക ഡോണേഴ്സ്. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓരോ ഗ്രൂപ്പിനും ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഡോണർ, DONORS ഡോണേഴ്സ്. DONORS ഡോണേഴ്സ്. നെക്സ്റ്റ് കോളം, ലാസ്റ്റ് കോളം, ഫിഫ്ത് കോളത്തിന്റെ ടോപ്പിൽ എഴുതുക റിസിപ്പിയന്റ്. റിസീവ് ചെയ്യാൻ പറ്റുന്നത് റിസിപ്പിയന്റ്. RECIPIENT റിസിപ്പിയന്റ്. സ്വീകരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഓരോ ഗ്രൂപ്പുകാർക്കും ആർക്കുടെയൊക്കെ ബ്ലഡ് സ്വീകരിക്കാം, ഏത് ഗ്രൂപ്പുകാരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം. അതാണ് ലാസ്റ്റ് കോളം. അപ്പൊ അത് ഒന്നാമത്തെ റോ ഫിനിഷ് ആയില്ലേ നിങ്ങളുടെ? ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ഡോണേഴ്സ്, റെസിപ്പിയന്റ്. RECIPIENT ഫിനിഷ് ആയോ ഫസ്റ്റ് റോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ഓരോ ഗ്രൂപ്പ് എഴുതാണ്. 4 ഗ്രൂപ്പ് അല്ലേ എഴുതാം. ഓരോ ഗ്രൂപ്പും എന്ന് എഴുതാം. ഫസ്റ്റ് കോളത്തിൽ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് താഴെ എഴുതുക ഗ്രൂപ്പ് എ എന്ന് മാത്രം എഴുതിയാൽ മതി. ഗ്രൂപ്പ് എഴുതുമ്പോൾ നമ്മള് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയേക്കാം കേട്ടോ. എ. ഇനി നെക്സ്റ്റ് താഴെ എഴുതുക ബി. ഓരോ ഗ്രൂപ്പ് എഴുതുക എ. നെക്സ്റ്റ് കോളത്തിൽ എഴുതുക, അതിന്റെ താഴെ എഴുതുക കേട്ടോ. എന്ന് എഴുതിയിട്ട് താഴെ എഴുതുക ബി ഗ്രൂപ്പ്. അടുത്ത എഴുതുക AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. 4 ഗ്രൂപ്പ് എഴുതുക. അപ്പൊ ഫസ്റ്റ് കോളം നമ്മുടെ ഫിനിഷ് ആയി. ഗ്രൂപ്പ് 4 ഗ്രൂപ്പ് എഴുതാം. AB, O. ഓക്കെ, 4 ഗ്രൂപ്പ് എഴുതി. ഇനി നെക്സ്റ്റ് കോളത്തിൽ അതിന്റെ ആന്റിജൻ എഴുതുക. ഓരോ ഗ്രൂപ്പിന്റെയും ആന്റിജൻ എഴുതാം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചല്ലേ ഓരോ ഗ്രൂപ്പിന്റെ ആന്റിജൻ. ഗ്രൂപ്പ് എ ആന്റിജൻ ഏതാ? ആന്റിജൻ ഏതാ അവർക്കിടെ? ഗ്രൂപ്പ് എയുടെ ആന്റിജൻ ഏതാ? ആന്റിജൻ എഴുതുക, എ എന്ന് എഴുതുക. ആന്റിജൻ. ഓരോ ഈ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ഈ ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന്റെ അടിസ്ഥാനം. അപ്പോ ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ് എ ഗ്രൂപ്പ്. ഇനി ബി ഗ്രൂപ്പ് അവർക്കിടെ ആന്റിജൻ എഴുതിക്കേ. നേരെ ബിയുടെ ആന്റിജൻ എഴുതിക്കേ. എഴുതിയോ? ഏതാ ആന്റിജൻ? ഏതാ ബിയുടെ? ബി ആന്റിജൻ ഉള്ളതാണ് ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി AB ഗ്രൂപ്പ്. അടുത്തത് AB ഗ്രൂപ്പിന്റെ നേരെ ആന്റിജൻ എഴുതിക്കേ. ഏതൊക്കെ ആന്റിജൻ ഉണ്ട് AB ഗ്രൂപ്പിന്? ആന്റിജൻ എ ഉണ്ട്, ആന്റിജൻ ബി ഉണ്ട്. ആന്റിജൻ AB എന്ന് എഴുതരുത് കേട്ടോ. ആന്റിജൻ എ, ആന്റിജൻ ബി. കോമേറ്റ് എഴുതുക. 2 ആന്റിജനും പ്രസൻസ് ഉള്ള ഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. AB ഗ്രൂപ്പ്. ആന്റിജൻ എ, ആന്റിജൻ ബി. ഇനി ലാസ്റ്റ് O ഗ്രൂപ്പ്. അവർക്ക് ആന്റിജൻ ഉണ്ടോ? ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എക്സാമിന് ചോദിക്കും കേട്ടോ. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് O ഗ്രൂപ്പ്. Which group has no antigen? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. നോ ആന്റിജൻ. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് O ഗ്രൂപ്പ്. ആ കോളം ഫിനിഷ് ആയല്ലോ അവർക്കിടെ ആന്റിജന്റെ. ഓക്കെ. നെക്സ്റ്റ് എഴുതാം ആന്റിബോഡി. എഴുതാം ആന്റിബോഡി. ഇനി ഓരോന്നിന്റെയും ആന്റിബോഡി എഴുതാം. ഫസ്റ്റ് ഇതിലേക്ക് വരാൻ ഗ്രൂപ്പ് എ. അവർക്കിടെ ആന്റിബോഡി ഏതായിരിക്കും? അവർക്ക് ആന്റിജൻ എ ഉണ്ട്. അപ്പൊ ആന്റിബോഡി ഓപ്പോസിറ്റ് എഴുതിക്കോ. ബി. ആന്റിബോഡി ബി. ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരാൻ പാടില്ല. അത് വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചോ. ഒരാൾക്ക് ബ്ലഡിൽ നമുക്ക് ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരാൻ പാടില്ല. അത് മാത്രം അവിടെ ശ്രദ്ധിക്കണം. ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡി വരാൻ പാടില്ല. സെയിം ആന്റിജനും സെയിം ആന്റിബോഡി വരാൻ പാടില്ല. എ ഗ്രൂപ്പിന് ആന്റിബോഡി ആന്റിജൻ എ ആണ്. അവർക്ക് ആന്റിബോഡി ബി ആയിരിക്കും. അപ്പൊ ബി ഗ്രൂപ്പിന്റെ ആന്റിബോഡി ഏതായിരിക്കും? വെരി ഗുഡ്. നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഇനി നോക്കിയേ AB ഗ്രൂപ്പ്.
എ ബി ഗ്രൂപ്പിന് ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ആന്റിജൻ വരാൻ പറ്റുമോ അവിടെ? ആന്റിജൻ എ വരാൻ പാടില്ല, അഗ്ലൂട്ടിനേഷൻ. ആന്റിജൻ ബി വരാൻ പാടില്ല. എ ബി ഗ്രൂപ്പുകാർക്ക് 2 ആന്റിജനും ഉണ്ട്. അപ്പൊ ആന്റിബോഡി സെയിം വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇല്ല, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. അപ്പൊ അതുപോലെ ചോദിക്കാം, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. ഇനി ഒ ഗ്രൂപ്പ് നോക്കിയേ. ഒ ഗ്രൂപ്പിൽ ഏത് വന്നാലും കുഴപ്പമില്ലോ, അവർക്ക് ആന്റിജൻ ഇല്ല. അപ്പൊ ആന്റിബോഡി ഏത് വേണമെങ്കിലും വരാം. ആന്റിബോഡി എയും വരാം ബിയും വരാം. 2 ആന്റിബോഡി ഉണ്ട് ഒ ഗ്രൂപ്പിന്. ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഇല്ല. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏതാണെങ്കിലും കുഴപ്പമില്ല, പ്രശ്നമില്ല. അവർക്ക് ആന്റിബോഡി എയും വരാം, ആന്റിബോഡി ബിയും വരാം. ഫിനിഷ് ആയോ? എല്ലാവർക്കും കിട്ടിയോ? 3 കോളം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, വെരി ഗുഡ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ ഡോണേഴ്സ്. ഇനി ഓരോ ഇതിപ്പോ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റില് നിങ്ങളുടെ നോട്ടിൽ ഇല്ലാത്തത്, ഇത് ജനറൽ ആയിട്ട് നമ്മൾ ഒ ഗ്രൂപ്പിന്റെ ഒന്ന് പറയണം. ഒ ഗ്രൂപ്പിന്റെ ആന്റിജൻ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ എഴുതിക്കോ ഓർക്കണം. ഒ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. അപ്പൊ ആന്റിബോഡി 2ഉം വരാം. ആന്റിബോഡി എ വരാം ബിയും വരാം. എ കോമ ബി, എയും വരാം ബിയും വരാം. ആന്റിജൻ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, അവർക്ക് 2 ആന്റിബോഡിയും വരാം. എ കോമ ബി എന്ന് എഴുതാം. ഇനി ഇത് നിങ്ങൾക്ക് ഈ നോട്ടിലില്ല, ഈ പ്രിന്റ് നോട്ടിൽ തന്നിട്ടില്ല. ജനറൽ ആയിട്ട് നമ്മൾ എന്തായാലും നമുക്ക് എന്താ പറയാ, ആരാണ് ഇവിടെ ചോദിച്ചത്? ആന്റിജൻ എന്താണ്? ആന്റിജൻ അല്ലേ നമ്മൾ പറഞ്ഞത്? ആന്റിജൻ ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഇല്ല. അപ്പൊ ആന്റിബോഡി എ വരാം ബിയും വരാം. ആന്റിബോഡി എ വരാം, ആന്റിബോഡി ബിയും വരാം. 2 ആന്റിബോഡി അവിടെ വരാം, പ്രശ്നമില്ല. അപ്പൊ നോക്കാം, ഇത് നമ്മൾ എന്താ പറയാ നോട്ടിലില്ല, നിങ്ങളുടെ പ്രിന്റ് നോട്ടിലില്ല. ജനറൽ ആയിട്ട് നമ്മൾ എന്താ പറയാ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനിയാണെങ്കിലും നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും, അതിൽ നിന്നൊക്കെ ബ്ലഡ് വാങ്ങാൻ പറ്റും, എന്നൊക്കെ നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒന്ന് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ ഒരു തരുന്നത്. ഗ്രൂപ്പ് എന്താ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ്, 2 ആന്റിജനുള്ള ഗ്രൂപ്പ്. അപ്പൊ ആ ടേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് വേഗം നോക്കി അതിൽ നിന്ന് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഡോണേഴ്സ്. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡോണേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? ശ്രദ്ധിക്കാം, എ ഗ്രൂപ്പാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എ. അത് നിങ്ങൾ ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ അവിടെ ഒന്ന് നോട്ട് ചെയ്തേ. നമ്മള് നിങ്ങളുടേതായ രീതിക്ക് എഴുതിക്കോ. നമ്മള് ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. എനിക്കിപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കണമെങ്കിൽ. നോക്കുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ആന്റിജൻ ഏത് ഗ്രൂപ്പിലുള്ളത്, ആ ഗ്രൂപ്പുമാർക്ക് മാത്രമേ എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ നോക്കിയേ, നിങ്ങള് ഓരോന്ന് നോക്കാം. നമുക്ക് ഗ്രൂപ്പ് എ ഗ്രൂപ്പ്, അവർക്ക് നമ്മൾ ആന്റിജൻ ഏതാ? അവർക്ക് ആന്റിജൻ ഗ്രൂപ്പ് എ ആന്റിജൻ ഏതാ? എ. അപ്പൊ നോക്കിയേ, ഡൊണേറ്റ് ചെയ്യുമ്പോഴോ എ ഗ്രൂപ്പുകാര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും? അതേ ആന്റിജൻ ഉള്ളത്. നോക്കാം, ഏതൊക്കെ ഗ്രൂപ്പിന് അതേ ആന്റിജൻ വരുന്നേ? ആന്റിജൻ എ വരുന്നത് ഏതൊക്കെ ഗ്രൂപ്പാ നോക്കിയേ? എ ഗ്രൂപ്പിനും എ ബി ഗ്രൂപ്പും, അതിൽ 2 അതേ ആന്റിജൻ ഉള്ളൂ. അപ്പോ എ ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എ ഗ്രൂപ്പുകാർക്കും കൊടുക്കാം, എ ബി ഗ്രൂപ്പിനും കൊടുക്കാം. അവിടെ എഴുതി വെച്ചോ. ഡോണേഴ്സ് എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതാം. എയുടെ നേരെ ഡോണേഴ്സ് എന്ന് പറഞ്ഞുകൊടുത്ത് എഴുതാം. എക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എ ഗ്രൂപ്പിന് നൽകാം, എ ബി ഗ്രൂപ്പിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കിയേ, ബി ഗ്രൂപ്പുകാർക്ക് ആൾക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേ ആന്റിജൻ ഉള്ളത്. ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ ബി ആണ്. ആന്റിജൻ ബി ഉള്ള ഗ്രൂപ്പുകള് നോക്കാം. ആന്റിജൻ ബി ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെയാ നോക്കിയേ? ബിയും എ ബിയും. ഓക്കെ, വെരി ഗുഡ്. ബിയും എ ബിയും 2 ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റുള്ളൂ. ബിക്കാർക്കും കൊടുക്കാം, എ ബിക്കാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ അവിടെ എഴുതാം കേട്ടോ, ബി കോമ എ ബി. ഇനി എ ബിക്കാർക്ക്
എ ബി കാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് 2 ആന്റിജനും ഉണ്ട് കേട്ടോ. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. 2 ആന്റിജനും പ്രസന്റ് ഉള്ള ഗ്രൂപ്പ് അവർക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. 2 ആന്റിജനും പ്രസൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ? A and B. A ഗ്രൂപ്പും ബി ഗ്രൂപ്പും. എന്നോട് പറഞ്ഞേ, ക്ലിയർ ആയില്ല. എ ബിക്ക് മാത്രല്ലേ 2 ആന്റിജനുള്ളൂ. ആന്റിജൻ എയും വേണം, ആന്റിജൻ ബിയും വേണം. 2 ആന്റിജൻ പ്രസൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാ? എ ബി. അപ്പൊ നോക്കാം, എ ബി കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എ ബി ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു ഗ്രൂപ്പിനും എ ബി കാർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. എ ബി ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അവർക്ക് 2 ആന്റിജൻ ഉണ്ട്. 2 ആന്റിജൻ ഉള്ള ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എ കാർക്ക് കൊടുക്കാൻ പറ്റൂല. എ കാർക്ക് ആന്റിജൻ എ മാത്രമേ ഉള്ളൂ. ബി കാർക്ക് ആന്റിജൻ ബി മാത്രമേ ഉള്ളൂ. എ ബി കാർക്കല്ലേ 2 ആന്റിജനുള്ളൂ. അപ്പൊ 2 ആന്റിജനും പ്രസൻസ് ഉള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ബി ഗ്രൂപ്പാണ്. അപ്പൊ എ ബി കാർക്ക് എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ടേബിളിലേക്ക് എഴുതിക്കോട്ടോ. എ ബി കാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എ ബി മാത്രം. എ ബി ഗ്രൂപ്പിന് മാത്രം ഡൊണേറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് നോക്കി, ഒ ഗ്രൂപ്പാണ്. ഒ ഗ്രൂപ്പുകാർക്ക് ആന്റിജനേ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഒ എന്ന് പറയും. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏതാ? 2 ഉണ്ട്, എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പൊ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഓക്കാർക്ക് എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഇല്ലാത്തതുകൊണ്ട് പേടിക്കണ്ട. അവർക്ക് ഏത് ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. നമ്മുടെ അതേ ആന്റിജൻ എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഇല്ലല്ലോ. ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, അഗ്ലൂട്ടിനേഷനോ വേറെ ഒന്നും സംഭവിക്കില്ല. അതായത് ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ്. അപ്പൊ ഓക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എ കാർക്ക് കൊടുക്കാം, ബി കാർക്ക് കൊടുക്കാം, എ ബി കാർക്ക് കൊടുക്കാം, ഒ കാർക്ക് കൊടുക്കാം. 4 ഗ്രൂപ്പിനും കൊടുക്കാം. ഒരേ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഓക്കാർക്ക് മാത്രം എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കാരുണ്ടോ ഇതിനകത്ത്? ഓ ഗ്രൂപ്പുകാരുണ്ടാവും. ഓക്കെ, ഓ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഒ എന്ന് പറയുന്നത്. സോ ദ ഒ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. അത് നോട്ട് ചെയ്ത് വെച്ചോടെ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഏത് ഗ്രൂപ്പാ യൂണിവേഴ്സൽ ഡോണർ? സാർവത്രിക ദാതാക്കൾ. സാർവത്രിക ദാതാക്കൾ ഒ ഗ്രൂപ്പ്. ഓക്കാർക്ക് എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഒ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. ആ ടേബിൾ കംപ്ലീറ്റ് ആയില്ലേ? ആ കോളം ഫിനിഷ് ആയോ ഡോണേഴ്സിന്റെ? ഓക്കെ ഓക്കെ. ഇനി നോക്കി റെസിപ്പിയന്റിലേക്ക് വരാം. ലാസ്റ്റ് കോളം നമ്മുടെ എഴുതുന്ന റെസിപ്പിയന്റ്. ഇനി നമുക്ക് ബ്ലഡ് സ്വീകരിക്കണം. നമുക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? ഓരോ ഗ്രൂപ്പുകാർക്കും ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും. റഹ്മത്ത്. റഹ്മത്തിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടേ. ഓക്കെ, റഹ്മത്തിന്റെ മാവ എവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. റഹ്മത്ത് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് കേട്ടോ. റഹ്മത്തില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പുകാർക്കും ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇനി ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ, നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് ബ്ലഡ് വാങ്ങാം. ഒന്നാമത്തെ ഒരു കണ്ടീഷനാണ്. നമ്മൾ ഒരാളിൽ നിന്ന് ബ്ലഡ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം. 2 കാര്യം നോട്ട് ചെയ്യണം. നമ്മള് ഒരാളിൽ നിന്ന് ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്നും വാങ്ങാം, അല്ലെങ്കിൽ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഗ്രൂപ്പ് എ അവർക്ക് ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും? അതേ ആന്റിജൻ ഉള്ളത്. ഏത് ഗ്രൂപ്പാ? എ. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാലോ. എയിൽ നിന്ന് വാങ്ങാം. ഓ, വെരി ഗുഡ്. ഓ ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം. ഓക്കെ, അപ്പൊ എയിൽ നേരെ എഴുതാം. എ ഗ്രൂപ്പ് എന്നുള്ളതിന്റെ നേരെ എഴുതുക. റെസിപ്പിയന്റ് എന്നുള്ളതിന്റെ അവിടെ എഴുതാം. എ ഗ്രൂപ്പുകാർക്ക് എയിൽ നിന്നും റിസീവ് ചെയ്യാം, ബി കാരുടെ റിസീവ് ചെയ്യാം. സെയിം. അതുപോലെ തന്നെ ബി ഗ്രൂപ്പിലാണെങ്കിലോ അതേ ആന്റിജൻ ഏതിൽ നിന്നൊക്കെ വാങ്ങാം?
റിസീവ് ചെയ്യാം, ബിയിൽ നിന്നും റിസീവ് ചെയ്യാം, ഓയിൽ നിന്നും റിസീവ് ചെയ്യാം. എഴുതിക്കോ, ബി കോമ ഓ. ബി കാർക്കടയും റിസീവ് ചെയ്യാം, ഓ കാർക്കടയും റിസീവ് ചെയ്യാം. ഇനി എ ബി ഗ്രൂപ്പ് നോക്കിയേ നിങ്ങള്. എ ബി എന്ന് പറഞ്ഞാൽ 2 ആന്റിജനും ഉണ്ട് കേട്ടോ. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം, ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും വാങ്ങാം. അപ്പൊ നോക്കിയേ, എ ബി കാർക്കടെ റിസീവ് ചെയ്യാൻ പറ്റുമ്പോ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളത് ഏതാ? എ ബി എന്ന് പറഞ്ഞ 2 ആന്റിജനും ഉണ്ട്. അപ്പൊ അതേ ആന്റിജനുള്ള ഏതൊക്കെ ഗ്രൂപ്പാ? എയുടെ വാങ്ങാൻ പാടില്ലേ? ആന്റിജൻ എ ഓൾറെഡി ഇല്ലേ? എയിൽ നിന്ന് വാങ്ങാം, ബിയിൽ നിന്ന് വാങ്ങാം, എ ബിയിൽ നിന്ന് വാങ്ങാം. ഓ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്, അതായത് ഓ ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. അപ്പൊ എ ബി കാർക്ക് എല്ലാ ഗ്രൂപ്പുകാരുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. സോ എ ബി ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഇവിടെ എഴുതി വെച്ചോ, എ ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്. സാർവത്രിക സ്വീകർത്താക്കൾ, സാർവത്രിക സ്വീകർത്താക്കൾ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, RECIPIENT, റെസിപ്പിയൻസ്. ചോദിക്കാം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഗ്രൂപ്പ്, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? ഏത് ഗ്രൂപ്പാ? എ ബി ഗ്രൂപ്പ്, ഗ്രൂപ്പ് എ ബി, ദാറ്റ് ഈസ് അതിനെയാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഇനി നോക്കിയേ, ലാസ്റ്റ് ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളത്, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ്. നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവര് അല്ലെങ്കിൽ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാന്നാ പറഞ്ഞത്. അതേ ആന്റിജൻ എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എ ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല, ബി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല, എ ബി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ദാറ്റ് ഈസ് ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഓ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് റിസീവ് ചെയ്യില്ലെങ്കിൽ ഓ കാർക്കുടെ ബ്ലഡ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ എഴുതിക്കോ, ലാസ്റ്റ് കോളത്തില് ഓ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഓ ഗ്രൂപ്പ്, ഓയിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ടേബിൾ എല്ലാവർക്കും കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, അപ്പൊ അതിനകത്ത് എക്സാമിന് ചോദിക്കൂ കേട്ടോ, യൂണിവേഴ്സൽ ഡോണർ, വിച്ച് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഏത് ഗ്രൂപ്പാ? വേഗം പറഞ്ഞു. Which group is known as universal recipient? AB group. Then group A has antigen. Group A യുടെ antigen ഏതാ? B യുടെ antigen B. Antigen ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് O. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഇത്രയും ടേബിളും നിങ്ങളൊന്ന് പഠിക്കും. ഇനി നമ്മുടെ നോട്ടിലേക്ക് വന്നേ. അപ്പൊ എ ഗ്രൂപ്പ് നമ്മൾ നോക്കും, ബ്ലഡ് ഗ്രൂപ്പ്, നമ്മുടെ ബ്ലഡ് ബാങ്കില് ഗ്രൂപ്പ് നമ്മൾ നോക്കും. ഇനി നോക്കിയേ, നെക്സ്റ്റ് വരുന്ന ഗ്രൂപ്പ് മാത്രമല്ല, അതിന്റെ RH ടൈപ്പിംഗ് നോക്കും, RH ഫാക്ടർ, RH ഘടകം അത് നോക്കും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പൊ ഓരോ ഗ്രൂപ്പും നമ്മൾ നോക്കിയതിന് ശേഷം ഗ്രൂപ്പ് ഏതാന്ന് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം റെസിപ്പിയന്റ് ഓയുടെ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നോക്കിയേ, ഓ ഗ്രൂപ്പ്, ഓയുടെ മാത്രം, ഓ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഓ ഗ്രൂപ്പിന് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഓയ്ക്ക് മാത്രം, ഓ ഗ്രൂപ്പുകാർക്ക് മാത്രം റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്നും അല്ലെങ്കിൽ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം റിസീവ് ചെയ്യുമ്പോൾ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഇല്ലല്ലോ, അപ്പൊ ആന്റിജൻ ഉള്ള ഗ്രൂപ്പ് ഒന്നും വാങ്ങാൻ പറ്റില്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓ മാത്രം. അപ്പൊ ഓ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഓക്കാർക്കുടെ ബ്ലഡ്, ഓ ഗ്രൂപ്പിന്റെ ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മുടെ 4 ഗ്രൂപ്പുകൾ നമ്മൾ നോക്കി, 4 ഗ്രൂപ്പുകൾ നമ്മൾ പറഞ്ഞു, 4 ഗ്രൂപ്പാക്കി തിരിച്ചു. ഇനി നോക്കിയേ, ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് RH ടൈപ്പിംഗ് ആണ്. RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓരോ ഗ്രൂപ്പിനും ഉണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ്. എക്കുണ്ട് എ പോസിറ്റീവ് എ നെഗറ്റീവ്, ബിക്കുണ്ട് ബി പോസിറ്റീവ് ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ്. അപ്പൊ നെക്സ്റ്റ് അവർ നോക്കുന്നത് RH ടൈപ്പിംഗ് നോക്കും. RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നോക്കുന്നത്.
പിന്നെ തേർഡ് നോക്കുന്നത് ബ്ലഡ് ബാങ്കിൽ നോക്കുന്നത് സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ്. എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് അപ്രതീക്ഷിതമായിട്ടുള്ള RBC ബ്ലഡ് സെൽസുകൾ ഉണ്ടോ that cause the complication in റെസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള RBC സെല്ല് ബ്ലഡ് സെൽസ് ആന്റിബോഡി ഉണ്ടോ എന്നുള്ളത് നോക്കും. ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് കൊടുക്കും. ഇനി നാലാമത്തെ സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. എന്താ സ്ക്രീനിങ് ഫോർ കറന്റ്? പാസ്റ്റ് അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, അവർക്ക് പാസ്റ്റ് മുന്നേ എല്ലാ രോഗങ്ങളും ഉണ്ടോ, കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള എല്ലാ രോഗങ്ങളും ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യും. അതായത് ഇപ്പൊ നമുക്ക് നോക്കിയേ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം, an inflammation in the liver അതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. കരൾ വീക്കം, കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വീക്കം, ഹെപ്പറ്റൈറ്റിസ്. ആൻഡ് ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ ബൾജിങ്, INFLAMMATION, ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും ഫാസ്റ്റ് ഇൻഫെക്ഷൻ നോക്കുമ്പോഴാണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ. അങ്ങനെ സാധാരണയായിട്ട് 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉള്ളത്. അതില് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് പകരുന്നത്. ബാക്കി ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടറിൽ കൂടെയൊക്കെ പകരുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ്. അപ്പൊ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് രണ്ടാമത്തെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ് ഉണ്ടോ എന്ന് നോക്കും. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏതിന് കാരണമാകുന്നത്? ഏത് രോഗത്തിന് കാരണമാകുന്ന വൈറസ്? HIV, എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് HIV. അപ്പൊ അവരുടെ ബ്ലഡില് HIV വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ മൂന്നാമത്തെ ട്രിപ്പോനിമ പാനിഡം. ട്രിപ്പോനിമ പാനിഡം എന്ന് പറഞ്ഞത് ഇതൊരു ബാക്ടീരിയ ആണ്. ട്രിപ്പോനിമ പാനിഡം എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ ആണ്. അത് സിഫിലസ് എന്ന് പറഞ്ഞാൽ പറങ്കിപ്പുണ്ണ് എന്ന് പറയും മലയാളത്തില്. പറങ്കിപ്പുണ്ണ് എന്ന് പറഞ്ഞ സിഫിലസിന് കാരണമായ ബാക്ടീരിയ ആണ് ട്രിപ്പോനിമ പാലിഡം. അപ്പൊ ഈ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഈ 3 കാര്യങ്ങളും സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷനിൽ നോക്കുന്ന കാര്യങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ നോക്കും, HIV വൈറസ് ഉണ്ടോ നോക്കും, ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത് കാര്യങ്ങളാണ്. ഇത്രയും ടെസ്റ്റുകള് നമ്മുടെ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അവിടെ ഒന്ന് എഴുതി വെച്ച് ഇത് ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാമിന്. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞത് അത് ഏതാണ്? ബാക്ടീരിയ ആണ് കേട്ടോ. അപ്പൊ അവിടെ ഒന്ന് എഴുതിക്കോ. സിഫിലസ് ഈസ് ആൻ ഇൻഫെക്ഷസ്, INFCTIOUS, ഇൻഫെക്ഷസ് ബാക്ടീരിയൽ ഡിസീസ്. സിഫിലസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. സിഫിലസ് ഈസ് ആൻ ഇൻഫെക്ഷസ് ബാക്ടീരിയൽ ഡിസീസ് കോസ്ഡ് ബൈ പാലിഡം. ഓക്കെ, സിഫിലസ് എന്ന് പറഞ്ഞത് syphilis is an infectious, INFCTIOUS, infectious bacterial disease, infectious bacterial disease caused by caused by ട്രിപ്പോനിമ പാലിഡം. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സിഫിലിസ്.
ഇത് ചോദിക്കൂടാ. സിഫിലിസ് ഈസ് എ ഡാഷ് ഡിസീസ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിഫിലിസ് ഈസ് എ ഡാഷ് ഡിസീസ്. ബാക്ടീരിയൽ, ഫംഗൽ, വൈറൽ, നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ തൊട്ട് ചോദിച്ചു. സിഫിലിസ് എന്ന് പറഞ്ഞ ഏത് ഡിസീസ് ആണ്? ഇസ് എ ബാക്ടീരിയൽ ഡിസീസ്. ഹെപ്പറ്റൈറ്റിസും HIV ഒക്കെ വൈറൽ ഡിസീസുകളാണ്. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. എന്നാൽ സിഫിലിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന, ട്രിക്കോനിമ പാനിഡ എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിഫിലിസ്. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്പ്? ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്പുകൾ? ഇത് എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടേബിൾ തന്നിട്ടുണ്ടെന്നുള്ളൂ. നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചാപ്റ്ററിൽ ഉള്ളത് കൊണ്ട് വായിക്കാതിരിക്കാനും പറ്റില്ല. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്നുള്ളൂ. According to American Association of Blood Bank, delivery of blood type includes the following. American Association of Blood Bank'ല് ഡെലിവറി ചെയ്ത ബ്ലഡ് ടൈപ്പുകൾ എത്ര പെർസെന്റേജ് ആണെന്നുള്ളതാണ് ഈ ടേബിളിൽ ഒന്ന് തന്നേക്കുന്നത്. ആ ടേബിൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. O പോസിറ്റീവ് 39%. അവിടെ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കില് ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പുകൾ. O പോസിറ്റീവ് 39%. B positive 9%, AB positive 3%, O negative 9%, A positive 31%, A negative 6%, B negative 2%, AB negative 1%. അത് അവര് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിൽ ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പ് അതിന്റെ പെർസെന്റേജ് തന്നേക്കുന്നത്. ഇതിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. എന്നാൽ നോക്കിയേ, താഴെ തന്നേക്കുന്നത് ഷുഗർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടോ നിങ്ങൾ. ഇതിന്ന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഷുഗർ ആയിട്ട് ചോദിക്കാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂയൻസ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലഡിലെ കമ്പോണൻസ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ബ്ലഡിലെ കമ്പോണൻസ്. എത്ര കമ്പോണൻസ് ഉണ്ടെന്നാ പറഞ്ഞ ബ്ലഡില്? എത്ര കമ്പോണൻസ് ഉണ്ട്? എത്ര ഘടകങ്ങളുണ്ട് ബ്ലഡില്? 4 ടൈപ്സ് അല്ലെ? 4 കമ്പോണൻസ് ഉണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞായിരുന്നു. ബ്ലഡില് 4 കമ്പോണൻസ് ഉള്ളത്. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂയൻസ് ഓഫ് ബ്ലഡ്? ബ്ലഡില് 4 കമ്പോണൻസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇങ്ങനെ 4 കമ്പോണന്റ്, 4 ഘടകങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് ബാങ്കില് നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ഫുള്ള് ബ്ലഡ് ഒരുമിച്ചല്ല സ്റ്റോർ ചെയ്യുന്നത്. അതിലെ ഓരോ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ കമ്പോണൻസും ബ്ലഡ് ബാങ്കില് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിലെ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഓരോ ഘടകങ്ങളും ഓരോ ഫങ്ഷൻസ് ആണ് നിർവഹിക്കുന്നത്. അപ്പൊ ഈ ഈ ഓരോ കമ്പോണൻസും അതിന്റെ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. നോക്കുക നമുക്ക്. When blood or one of its constituent part is transferred, each component serves many functions. നമ്മൾ പറഞ്ഞല്ലോ ചിലർക്ക് ബ്ലഡിൽ RBCയുടെ കൗണ്ട് ആയിരിക്കും കുറവ്. അപ്പൊ അവർക്ക് മൊത്തം ബ്ലഡ് കൊടുക്കണ്ട, ആ RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. ചിലർക്ക് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും കുറവ്, അപ്പോ പ്ലേറ്റ്ലെറ്റ് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാകും. അപ്പൊ ഏത് കമ്പോണൻസ് ആണോ ബ്ലഡിൽ കുറവ് അത് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ അതുകൊണ്ട് ബ്ലഡ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ ഫങ്ഷൻസും ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് റെഡ് ബ്ലഡ് സെൽസ്, RBC. റെഡ് ബ്ലഡ് സെൽസ് മലയാളം അരുണ രക്താണുക്കൾ. എഴുതി വെച്ചോ. പ്രിന്റ് നോട്ടിലാണെങ്കിൽ അവിടെ തന്നെ എഴുതിയാലും മതി. അരുണ രക്താണുക്കൾ, അരുണ രക്താണുക്കൾ, RBC. ഇതിന്റെ സയന്റിഫിക് നെയിം, ഇതിന്റെ 3 എണ്ണത്തിന്റെ സയന്റിഫിക് നെയിം പഠിക്കണം. ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ 3ന്റെ നമുക്ക് എഴുതാം. സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്, അത് എഴുതി വെച്ചാൽ മതി. റെഡ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം ഇങ്ങനെ ചോദിക്കും. വാട്ട് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് RBC? RBCയുടെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്സ്. സ്പെല്ലിംഗ് പറയാം. ERYTHROERYTHROCYTES, എറിത്രോസൈറ്റ്സ്.
erythrocytes. 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 Okay. Red blood cells. അതിന്റെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ്. മലയാളത്തില് അരുണ രക്താണുക്കൾ എന്ന് പറഞ്ഞു. ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആണിത്. RBC എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ്. ഇതെന്താ ചെയ്യുന്നത്? These cells transport oxygen to the tissues in the body. നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ കോശങ്ങളിലേക്കും എല്ലാ ഘടകങ്ങളിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഓക്സിജനെ കൊണ്ടുപോവുക. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ഈ RBC സെൽസ് ആണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ്. And are commonly used to treat of anemia. അതുകൂടാതെ അനീമിയ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നു. അനീമിയ എന്ന് പറഞ്ഞ എന്താ? അനീമിയ വിളർച്ച, മലയാളം വിളർച്ച, അനീമിയ. എ കണ്ടീഷൻ, അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. അനീമിയ ഇത് ചോദിച്ചിട്ടുണ്ട്. എ കണ്ടീഷൻ CONDITION, a condition in which the blood doesn't have enough doesn't have enough healthy RBC. നമുക്ക് RBC ഇല്ലാത്ത അവസ്ഥ, ഹെൽത്തി ആയിട്ടുള്ള RBC ഇല്ലാത്ത അവസ്ഥ, ഇതാണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്, അനീമിയ എന്ന് പറയുന്നത്. അത് RBCയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അനീമിയ. അപ്പൊ അനീമിയ ട്രീറ്റ്മെന്റിനും RBC ഉപയോഗിക്കുന്നു. നമ്മുടെ ഈ രക്തകോശങ്ങൾ ബ്ലഡ് സെൽസ് ആണ് ഈ പറയുന്നത്. ഈ ബ്ലഡ് സെൽസിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് RBCക്കാണ് കേട്ടോ. 120 days, 120 ദിവസം ആയുസ് ഉണ്ട്. 120 days ആയുസുണ്ട്. These cells transport oxygen to the tissue in the body and are commonly used to treat of anemia. എന്താണ് പോയിന്റ്? ഏത് പോയിന്റാ? RBC ആണോ? RBC എന്ന് പറഞ്ഞു റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കള്, സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? These cells transport oxygen to the tissues in the body and are commonly used to treatment of anemia. അനീമിയ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമത്തെ കമ്പോണൻസ് ആണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് എഴുതിക്കോ, ത്രോംബോസൈറ്റ് എഴുതി വെച്ചാണ്. സയന്റിഫിക് നെയിം ത്രോംബോസൈറ്റ്, THROMBOCYTES. താര ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. താര പഠിച്ചിട്ടുണ്ടോ തോന്നുന്നു. ത്രോംബോസൈറ്റ് എന്ന് പറഞ്ഞു. പ്ലേറ്റ്ലെറ്റിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്, THROMBOCYTES. ത്രോംബോസൈറ്റ്സ്. ഇതിനെ വെച്ച് മറ്റതിനെ വെച്ച് നോക്കുമ്പോൾ, RBCനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ആയുസ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 7 ദിവസമൊക്കെ ഉള്ള ആയുസുള്ളൂ അതിന്. പ്ലേറ്റ്ലെറ്റുകൾക്ക് 7 days, 7 ദിവസത്തെ ആയുസുള്ളൂ. ഇതെന്താ ചെയ്യുന്നേ? They help the blood to clot. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. They help the blood to clot. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. And are used to treat leukemia and other forms of cancer. ലുക്കീമിയ ട്രീറ്റ്മെന്റിനും ആൻഡ് മറ്റുള്ള ക്യാൻസറിനും. ലുക്കീമിയ എന്ന് പറഞ്ഞ എന്താ? ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ is also called blood cancer. ബ്ലഡ് ക്യാൻസറും മറ്റുള്ള ക്യാൻസർ ഫോംസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിനും പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. They help the blood to clot and used to treat leukemia and other forms of cancer. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാ? platelets. ഇനി നെക്സ്റ്റ് ആണ് വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറഞ്ഞാൽ WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. അതിനെ ലൂക്കോസൈറ്റ് എന്ന് അറിയപ്പെടുന്നു. സയന്റിഫിക് നെയിം എഴുതിക്കോ, ലൂക്കോസൈറ്റ്, LEUKOCYTES. ലൂക്കോസൈറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്. സയന്റിഫിക് നെയിം ലൂക്കോസൈറ്റ്സ്. ഇതിന് ലൈസാനൊരു ജീവിതഘട്ടം 10 to 15 ദിവസമൊക്കെ ആയുസുണ്ടാവും. ഇതെന്താ ചെയ്യുന്നത്? These cells help in fighting infection and help the immune process. നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. These cells help in
ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ, നമുക്ക് രോഗമൊക്കെ വരാതെ നല്ല പ്രതിരോധ ശേഷി നൽകുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ആൻഡ് ഹെൽപ് ദ ഇമ്മ്യൂൺ പ്രോസസ്, ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിനൊക്കെ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഹെൽപ്പ്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, വിച്ച് ബ്ലഡ് സെൽ ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ? ഏതാ ഓപ്ഷൻസ്? RBC, പ്ലേറ്റ്ലെറ്റ്, WBC, പ്ലാസ്മ. ഏത് ബ്ലഡ് സെല്ലാ? WBC, white blood cells. Okay. White blood cells. ശ്വേതരക്താണുക്കൾ എന്ന് മലയാളം വരും കേട്ടോ. ശ്വേതരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്. ഓക്കെ, ലാസ്റ്റത്തെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഫ്ലൂയിഡ് ആയിരിക്കുന്ന ഭാഗം, ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഇതിനകത്താണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റും ഒക്കെ സസ്പെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്, നിൽക്കുന്നത്. ഓക്കെ, വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, ദാറ്റ് ഈസ് പ്ലാസ്മ. ആ പ്ലാസ്മയിലാണ് ബ്ലഡ് സെൽസുകളും വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റും ഒക്കെ സസ്പെൻഡ് ചെയ്ത് കാണപ്പെടുന്നത് ഈ പ്ലാസ്മയിലാണ്. പ്ലാസ്മ required to the many part of the blood through the blood stream. അപ്പൊ ബ്ലഡ് സ്ട്രീം, രക്തപ്രവാഹം, രക്തയോട്ടത്തിലൂടെ പ്ലാസ്മ എല്ലാ ഭാഗത്തേക്കും പോകുന്നു. പ്ലാസ്മ പെർഫോം മെനി ഫംഗ്ഷൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. പ്ലാസ്മയുടെ ഫംഗ്ഷൻ ഇതും എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് പ്ലാസ്മ ചെയ്യുന്നത്? പ്ലാസ്മയുടെ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫംഗ്ഷൻസ് ഓഫ് പ്ലാസ്മ? പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. 3 ഫംഗ്ഷൻ ആ പ്ലാസ്മയുടെ പറയുന്നത്. ഹെൽപ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, നമ്മുടെ ബ്ലഡ് പ്രഷർ ഇല്ലേ, BP, ബ്ലഡ് പ്രഷർ നിലനിർത്താൻ സഹായിക്കുന്നു. രണ്ടാമത്തെ, പ്രൊവൈഡ്സ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന്, ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡ്സ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. നെക്സ്റ്റ്, balance the level of sodium and potassium. സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്യുന്നു. പ്ലാസ്മയുടെ ഇല്ല. ഇത് 3 സയന്റിഫിക് നെയിം ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അത് 3 ചോദിക്കാറ്. 3 ചോദിക്കുന്നത്, അത് 3 പഠിച്ചാൽ മതി കേട്ടോ. റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസ്, ഇതിന്റെ 3 സയന്റിഫിക് നെയിം പഠിക്കണം. നോക്കിയേ, ഇനി പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അതിലാണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റും ഒക്കെ കാണപ്പെടുന്നത് ഈ പ്ലാസ്മയിലാണ്. ഈ പ്ലാസ്മ കുറെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ 3 ഫംഗ്ഷൻ നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ് ഇത്. പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്ന, മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ 3ാമത്തെ ഫംഗ്ഷൻ, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു. ഈ 4 കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. മാം, ആയുസിന്റെ കാര്യം പറഞ്ഞിട്ട് ഓരോന്നിന്റെയും അത് 3 പറഞ്ഞായിരുന്നു. റെഡ് ബ്ലഡ് സെൽസിന്റെ അത് ചോദിച്ചു കണ്ടിട്ടില്ല, ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. 120 days ആണ് RBCയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ. 120 days. പ്ലേറ്റ്ലെറ്റിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 7 days ഉള്ളൂ. 7 ദിവസത്തോളം അതിന്റെ ജീവിത ദൈർഘ്യമുള്ളൂ. വൈറ്റ് ബ്ലഡ് സെൽസ് WBCയുടെ 10 to 15 days, 10 തൊട്ട് 15 ദിവസം വരെ ആണ് ആയുസുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ശാലിനി. അങ്ങനെയാണോ? എന്തോ ഐസ് മീൻസ് ബ്ലഡ് ബാങ്കിൽ സൂക്ഷിച്ചു വെച്ച ബ്ലഡിന്റെ ആണ്. അത് അത്രയും നാളുള്ള, അത് ജീവനുള്ളതായിട്ടാ അതിന്റെ എന്താ പറയാ ലൈഫ് സ്പാനാണ് അതിന്റെ ആ ജീവിതഘട്ടം. അത്രയും നാളായതുള്ളൂ. അതൊന്നും ചോദിക്കുന്നു, എക്സാമിന് ചോദിച്ചിട്ടില്ല അങ്ങനെ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശമാണ് RBC. അത് പറയാൻ വേണ്ടി ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, RBCക്കാണ് 120 days ആയുസ് ഉണ്ട് അതിന്റെ. ഓക്കെ, ഒന്ന് നോക്കിയേ. നെക്സ്റ്റ് ശാലിനി, RBCയുടെ ഫംഗ്ഷൻ എന്താ? വേഗം ഒന്ന് പറഞ്ഞേ ശാലിനി. ഉണ്ടോ? ശാലിനി ഉണ്ടോ അവിടെ? വേഗം ഒന്ന് വായിച്ചു പോകാം. RBCയുടെ ഫംഗ്ഷൻ എന്താ? ജിൻസി ജോർജ് ഇവിടെ ഉണ്ടോ? ഇതൊക്കെ വെറുതെ ഓണാക്കി വെച്ചോണ്ട് വേറെ എവിടേക്കെങ്കിലും ഒക്കെ പോയോ? മുഹമ്മദ് റയാൻ
വായിക്കോ RBCയുടെ ഫംഗ്ഷൻ? ആരുമില്ലേ? നസീബ. ഓക്കെ, അഞ്ജനയാണോ പറഞ്ഞത്? അതെ ഒന്ന് വായിച്ചു. RBC എന്താ ചെയ്യുന്നേ? These cells transport oxygen to the tissues in the body and are commonly used to treat of anemia. അനീമിയ, ഈ RBC നമ്മൾ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അനീമിയ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും, അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. അനീമിയ ട്രീറ്റ്മെന്റിന് RBC ആണ് കൊടുക്കണേലാണ് കേട്ടോ. കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് ഓഫ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞ എന്താ? എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസന്റ് ഹാവ് ഹെൽത്തി RBC. ആവശ്യത്തിനുള്ള RBC ഇല്ലാത്തൊരു കണ്ടീഷനാണ് അനീമിയ അല്ലെങ്കിൽ പിളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ആ രോഗികൾക്ക് ഏത് കൊടുത്താൽ മതി? RBC കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അനീമിയ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നു. പിന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നതും RBC ആണ്. രണ്ടാമത്തെ പ്ലേറ്റ്ലെറ്റ് ആരാ വായിക്കാം? പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താ? ബ്ലഡ് സെൽ പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നത്? They help the body to clot and are used to treat leukemia and other form of cancer. ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്. അതുകൂടാതെ ലുക്കീമിയ മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനും പ്ലേറ്റ്ലെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് WBC. These cells help in fighting infection and help the process. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ്, ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പ്ലാസ്മ. പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാ? The watery fluid part of the blood in which the red blood cells, white cells, and platelets are suspended. Plasma is required to carry the many part of the blood through the bloodstream. Plasma perform many functions. ഏതൊക്കെയാ പ്ലാസ്മയുടെ ഫംഗ്ഷൻസ്? Helps to maintain blood pressure, provides protein of blood clotting, balances the level of sodium and potassium level, balance the level of sodium and potassium. Okay, ഇത്രയും ഫംഗ്ഷൻസ് ആണ് പ്ലാസ്മയുടെ വരുന്നത്. പ്ലാസ്മ ഇത് ചോദിച്ചിട്ടുണ്ട്. The watery fluid part of the blood is called a dash. ഏതാ ബ്ലഡിലെ watery fluid part? പ്ലാസ്മ. ഇനി നെക്സ്റ്റ് വൺ ആണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF, ആന്റി ഹീമോഫിലിക് ഫാക്ടർ. എന്താണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻ പ്രോട്ടീൻ ഫാക്ടർ ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഈ ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയുടെ ഒരു പോർഷൻ, ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ that contain protein factor that help to control bleeding. ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഫാക്ടർ അടങ്ങിയ പ്ലാസ്മയുടെ ഒരു പോർഷൻ, അതാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ നോക്കി ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രോട്ടീൻ ഇൻ അവർ ബ്ലഡ് പ്ലാസ്മ. നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ഓക്കെ, is a protein in blood plasma. ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. നെക്സ്റ്റ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ is a glycoprotein produced by plasma cell. പ്ലാസ്മ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ. ഇതെല്ലാം കോൺസെൻട്രേറ്റ് may also be separated and processed for transfusion. അപ്പൊ ഈ ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, ക്ലോട്ടിംഗ് ഫാക്ടർ ഓൾസോ സെപ്പറേറ്റഡ്. ഇതെല്ലാം ബ്ലഡ് ഇതാക്കുമ്പോൾ നമ്മൾ എന്താ സെപ്പറേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ അതിന് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്താന്ന് നോക്കണം കേട്ടോ. The portion of the plasma that contain clotting factor that help to control bleeding, that is cryoprecipitate. What is cryoprecipitate? നസീബ, എന്താ ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്? ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്താ? ക്രയോപ്രസിപ്പിറ്റേറ്റ് ഫാത്തിമ ഉണ്ടോ? ഫാത്തിമ, റീനു, സുധീഷ്. Yes. ഓക്കെ, എന്താ ക്രയോപ്രസിപ്പിറ്റേറ്റ്? The portion of the plasma that contains clotting factor that help to control bleeding. That is cryoprecipitate. അപ്പൊ ഇനി ആൽബുമിൻ, ഈ പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, ക്ലോട്ടിംഗ് ഫാക്ടർ.
sponsor rate may also be separated and processed for transfusion. Okay. അപ്പോ ഇതിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന 4 കമ്പോണൻസ് പഠിക്കണം. അതിന്റെ സയന്റിഫിക് ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് 4 കമ്പോണൻസ്, അതിന്റെ സയന്റിഫിക് നെയിം പഠിക്കണം, ഫങ്ഷൻസും പഠിക്കണം. ഷുവർ ആണ് കേട്ടോ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഫംഗ്ഷൻ, അതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും. ഏതിന്റെ ഫംഗ്ഷൻ, ഏത് ബ്ലഡ് സെല്ലിന്റെ ഫംഗ്ഷൻ ആണെന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. വാട്ട് ഈസ് ട്രാൻസ്ഫ്യൂഷൻ? ആരുടെയോ മൈക്ക് ഓൺ ആണ്, അത് മ്യൂട്ട് ചെയ്തിരിക്കണം. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The process of transferring blood from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ആരും നോട്ട് വായിക്കുന്നില്ല നിങ്ങള്? ഞാൻ എല്ലാം ഡെയിലി ഒന്ന് വായിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട്. വാട്ട് ഈസ് ട്രാൻസ്ഫ്യൂഷൻ? എന്താ ട്രാൻസ്ഫ്യൂഷൻ? എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ ബുക്കില്. എന്താ ട്രാൻസ്ഫ്യൂഷൻ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ബ്ലഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ നോക്കിയേ, വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇവിടെ പ്ലാസ്മയുടെ നിങ്ങൾക്ക് സയന്റിഫിക് നെയിം ഞാൻ 3 തന്നത്. ഞാൻ വളരെ ഏതൊക്കെയാ? RBCയുടെ, പ്ലേറ്റ്ലെറ്റിന്റെ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ. ഇതിന് 3ന്റെയും പഠിച്ചാൽ മതി. ഇതിന് 3ന്റെ സയന്റിഫിക് നെയിം ആണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊന്നും ഇതിനകത്ത് ഇല്ല. എക്സ്ട്രാ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി അതിനകത്ത് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോകുന്ന ക്ലാസ്സിൽ. അതൊക്കെ പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുന്നുണ്ട്. ഇത് നമ്മൾ പോകുന്നു. ഓക്കെ, ഇനി നോക്കിയേ, വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഏതാണ് മോളെ? RBCന്റെ സയന്റിഫിക് നെയിം. RBCയുടെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്. ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. ഓക്കെ, ഇനി നോക്കിയേ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Typically, blood transfusion is the process in which blood components are transferred from one person, അതായത് ഡോണർ, നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന ആളാണ് ഡോണർ, into the blood stream of another person, that is recipient. അപ്പൊ ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് കൊടുക്കുന്നത്, ആ ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. Blood transfusion is the process in which the blood components are transferred from one person into the blood stream of another person. Okay, blood transfusion. ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻസിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന അവർക്കുടെ രക്തയോട്ടത്തിലേക്ക്, ബ്ലഡ് സ്ട്രീം എന്ന് വെച്ചാൽ രക്തപ്രവാഹം, രക്തയോട്ടം, അവർക്കുടെ ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കംസ് ഇൻ ടു ആക്ട് എസ്പെഷ്യലി ആസ് ദ ലൈഫ് സേവിംഗ് പ്രോസസ്. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് ഫോർ ദ റെസിപ്പിയന്റ്. അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ടൈമിൽ അവർക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ എത്രയോ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ട് മരിച്ചുപോയി എന്നൊക്കെ അല്ലെ. അപ്പൊ എന്താ പറയാ, ഇവിടെ ആരൊക്കെയോ കമന്റ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഈ വിട്ടു പോകുന്ന പ്ലേറ്റ്ലെറ്റ്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതൊന്ന് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഷെയർ ചെയ്താലും മതി കേട്ടോ. പ്ലേറ്റ്ലെറ്റിന്റെ സയന്റിഫിക് നെയിം ത്രോംബോസൈറ്റ് ആണ്. ത്രോംബോസൈറ്റ്, THROMBOCYTES, ത്രോംബോസൈറ്റ്. നോക്കാം, ഇവിടെ നോക്കിയേ. അപ്പൊ എന്താ, ഇറ്റ് കംസ് ഇൻ ടു ആക്ട് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ്. അത് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. അതായത് നമുക്ക് ആ കറക്റ്റ് സമയത്ത് കറക്റ്റ് മാച്ച് ബ്ലഡ് കിട്ടാന്നുള്ളത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. ഇത് കിട്ടാതെ ഒരുപാട് പേരുകള് നമ്മൾ കേട്ടിട്ടുണ്ട്, ബ്ലഡ് അധികം പോയി മരിച്ചുപോയി എന്നൊക്കെ, അങ്ങനെ ഇല്ല. അപ്പൊ എന്തായാലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ആ റിസീവ് ചെയ്യുന്ന ആള്, റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. വേർ ദർ ഈസ് എ ലാർജ് ലോസ് ഓഫ് ബ്ലഡ് സെൽ ത്രൂ ബ്ലീഡിംഗ് ഓർ ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ. വളരെയധികം
കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നവർക്കും ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജ അതാണ് ഡിപ്രഷൻ. അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷനും ധാരാളം ബ്ലഡ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവർക്കൊക്കെ അങ്ങനെ ബ്ലഡ് റിസീവ് ചെയ്യുന്നവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. where there is a large loss of blood cells ത്രൂ ബ്ലീഡിംഗിൽ കൂടെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകുന്നവർക്കും ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ അതുമൂലം കഷ്ടത അനുഭവിക്കുന്നവർക്കൊക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ്. നോബിൾ എന്ന് പറഞ്ഞാൽ എന്താ? NOBLE, നോബിൾ. നോബിൾ എന്താ? മഹത്തായ കൃത്യം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു എന്താ പറയാ ഒരു നോബിൾ മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? വളരെ കുറച്ചെടുത്തോളൂ നമ്മള്. വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ABO ഗ്രൂപ്പ് നോക്കും. അത് മാത്രമല്ല അതിന്റെ ഒപ്പം RH ടൈപ്പിംഗ് നോക്കും. പിന്നെ എന്തെങ്കിലും RBC സെൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ പാസ്റ്റ് ഇൻഫെക്ഷൻ അവർക്ക് ഉള്ളതൊന്നും ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ അത് പറഞ്ഞു ടേബിൾ പറഞ്ഞായിരുന്നു ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യുവൻസ് RBC, പ്ലേറ്റ്ലെറ്റ്, WBC, പ്ലാസ്മ 4 കമ്പോണൻസ്. അതിന്റെ 4ന്റെ ഫംഗ്ഷനും പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. ലാസ്റ്റ് നമ്മൾ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളത് പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ബ്ലഡ് റിസീവ് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് നമുക്ക് ആ ബ്ലഡ് റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അപ്പോ ഇനിയിപ്പോ എന്താ പറയാ ഈ ഒരു ക്ലാസ്സില് ആക്ച്വലി 2 ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിരുന്നു തന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 ക്ലാസ് ഉണ്ടാവും. ടൈം ടേബിൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ് കൂടി നമുക്ക് വരും. ഓക്കെ, എന്താ പറഞ്ഞത്? പിന്നെ മാം ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോ എ പോസിറ്റീവാര് എ പോസിറ്റീവ് ബ്ലഡ് ഉള്ളവർക്ക് മാത്രമാണോ ഡൊണേറ്റ് ചെയ്യാവോ? എന്താണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോ പോസിറ്റീവ് ഗ്രൂപ്പിലുള്ളവര് പോസിറ്റീവ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണോ ഡൊണേറ്റ് ചെയ്യാവോ? അത് മൊത്തത്തിലുള്ള ഗ്രൂപ്പിന്റെ അവിടെ നെഗറ്റീവ് പോസിറ്റീവ് പറയുന്നില്ല. അത് ഏത് ഗ്രൂപ്പ് ആണെങ്കിലും അതാണ് കോമൺ ആയിട്ട് അങ്ങനെ എഴുതിയേക്കുന്നത്. A ഗ്രൂപ്പുകാർക്ക് A ഗ്രൂപ്പുകാർക്കും അങ്ങനെ അത് ഒറ്റ കോമൺ ആയിട്ട് അവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള വേരിയേഷൻ വരുന്നില്ല. ആ ഗ്രൂപ്പ് മാത്രമേ നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചൊന്നും എക്സാമിന് ചോദിക്കില്ല. ആ ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആ ടേബിൾ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഇത് ശരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റിലില്ല. അതിനകത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത് എന്താ ആന്റിജൻ ഏതാണ് അല്ലെങ്കിൽ അതിന്റെ ആന്റിബോഡി ഏതാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, ഡോണർ അതൊക്കെ ഏതാന്നൊക്കെ ഉള്ളതാ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, എന്നാൽ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.